കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയുടെ ഞങ്ങൾക്ക് ഈ നിമിഷം മുഴുവൻ അമ്മ ഞങ്ങൾക്കൊരു മാധ്യസ്ഥം വഹിക്കുന്നതിന് ഞങ്ങൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവർ, ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ കൂടുകയും ഓരോ തീരുമാനം എടുക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് പലതരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നവരുണ്ട്. കർത്താവ്, കുർബാനയും കൂടിയതിന് ശേഷം കുറേ പേര് പ്രാർത്ഥനയിലൊക്കെ ജീവിക്കും. കുറേ പേര് ലോകത്തുള്ള മുഴുവനും കാര്യങ്ങൾ ചെയ്തു തീർക്കണതും അലക്കണതും വീട് കഴുകണതും എല്ലാം ഇതെല്ലാം കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണത് കർത്താവിൻ്റെ ദിവസമായി മാറണത്. ഇതെല്ലാം ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വചനമുണ്ടോ, കേൾക്കാം. കൊളോസ്യസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ കണ്ടില്ലേ, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി, കർത്താവ് യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യണം. എന്ത് ചെയ്താലും, പണ്ട് എനിക്ക് അമ്മയൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മളെ കോട്ടുവാടിക്കണമെങ്കിൽ അമ്മ കുരിച്ചിട്ട് തരും. കോട്ടുവാ പോരും നമ്മൾ അതുപോലെ തന്നെ മരുന്നെടുത്താൽ അമ്മ വിശ്വാസപ്രമാണം ചെയ്തിട്ട് അമ്മ കുരിശിട്ട് തരും. ചില പണ്ട് ഈ കാലങ്ങളിൽ ആധ്യാത്മിക സാക്ഷരത കൂടിയെങ്കിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള വിശുദ്ധ പാരമ്പര്യങ്ങൾ ഇന്ന് ആരും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയണില്ല. ചെയ്യുന്നവരൊക്കെ നല്ല ആത്മാർത്ഥത ചെയ്യുന്നുണ്ട്, പക്ഷെ കുറഞ്ഞു വരുന്നുണ്ടെന്നത് സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. കാര്യം നമ്മൾ നന്മ വരുമ്പോൾ നമ്മൾ ചില സമയം ദൈവത്തെ ഓർക്കും, അല്ലെങ്കിൽ തിന്മ വരുമ്പോൾ നന്മ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓർത്ത് യഥായോഗ്യം നന്ദി പറയാതിരിക്കുകയും, അവർക്ക് പിന്നെ തിന്മ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ പിന്നെ ദൈവം ഉണ്ടായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അങ്ങനെ പറയാൻ നമുക്ക് ഒരു അധികാരമില്ല. അധികാരം എന്നല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം, ദൈവത്തെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അവനിത് തിന്മ വന്നാലും ശരി, അതൊക്കെ കർത്താവ് കുറച്ച് മാറ്റും എന്ന് പറഞ്ഞാൽ കർത്താവിനായിരിക്കും പ്രാധാന്യം. കർത്താവിൽ നിന്ന് കിട്ടുന്ന ചൂടിനും തണുപ്പിനും ഒന്നുമല്ല പ്രാധാന്യം. ചിലക്ക് തണുപ്പിനും ചൂടിനുമാണ് പ്രാധാന്യമെങ്കിൽ നിങ്ങൾ ചൂടിനെയും തണുപ്പിനെയുമാണ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ?